എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പോളിനോമിയൽ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് 10 പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോളിനോമിയൽ? എങ്ങനെയാണ് പോളിനോമിയൽ ആണോ അല്ലേ എന്ന് എഴുതുക. അതായത് ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സിട്ര അങ്ങനെ എ എൻ എക്സ് റേസ് ടു എൻ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആണ് എങ്കിൽ ഇത് പോളിനോമിയൽ ആവണ വെച്ചെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? എ നോട്ട് എ വൺ എക്സിട്ര എ എൻ ഏതാവണം? റിയൽ നമ്പേഴ്സ് ആവണം അല്ലേ? റിയൽ നമ്പേഴ്സ് ആവണം. പിന്നെന്താണ്? എൻ എന്ന് പറയണത്, അതായത് ഈ എൻ എന്താവണം? നോൺ നെഗറ്റീവ് ആവണം. അതായത് നെഗറ്റീവ് ആയ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. നോൺ നെഗറ്റീവ് ആയ അപ്പോഴാണ് നമുക്ക് ഈ രണ്ട് കണ്ടീഷനും ഉണ്ട് വെച്ചെങ്കിലാണ് അതിനെ നമുക്ക് പോളിനോമിയൽ എന്ന് പറയാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു ഓപ്ഷൻസിൽ നോക്കി നോക്കൂ, ഏതാണ് പോളിനോമിയൽ അല്ലാത്തതെന്ന്. അതായത് ഇതിൽ നോക്കൂ, എക്സ് പ്ലസ് വൺ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് എക്സ് റേസ് ടു മൈനസ് വൺ ആണ് അല്ലെ? ഇതില് എക്സിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് വൺ ആണ്. അപ്പൊ എന്തായാലും അത് പോളിനോമിയൽ ആവില്ല, നോൺ നെഗറ്റീവ് ആവണം ഈ എക്സിന്റെ പവർ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പി ഓഫ് വൈ ഈക്വൽ ടു 3y raised to 4 minus 5y cube plus 5 square plus 8, then p of minus 1 will be. എങ്ങനെയാണ് പി ഓഫ് മൈനസ് വൺ കൊടുക്കുക? അതായത് വൈന് മൈനസ് വൺ കൊടുത്താൽ മതി അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു മൈനസ് വൺ റേസ് ടു 4 മൈനസ് 5 ഇൻറ്റു മൈനസ് വൺ ക്യൂബ് പ്ലസ് മൈനസ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് 8. അപ്പൊ എന്താണ് വരിക? ഇവിടെ 3 വരും, ഇവിടെ മൈനസ് വൺ വരും അല്ലെ? അപ്പൊ പ്ലസ് 5 ആവും. ഇനി എന്ത് വരും? അടുത്തതിലും പ്ലസ് വൺ ആവും, പ്ലസ് 8. അപ്പൊ 8 16 1 17. ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഗ്രി ഓഫ് പോളിനോമിയൽ y ക്യൂബ് മൈനസ് 2y സ്ക്വയർ മൈനസ് റൂട്ട് 3y പ്ലസ് 1/2 ഈസ്. ഡിഗ്രി എങ്ങനെ കണക്കാക്കുക? അതായത് ചരം ഏതാണോ, y ആണ് ഇതിലെ ചരം, അതിന്റെ പവർ ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മൾ അതിന്റെ പോളിനോമിയലിന്റെ ഡിഗ്രി ആയിട്ട് കണക്കാക്കുക. അപ്പൊ ഇവിടെ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? 3 ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The polynomials ax cube plus 3x square minus 3 and 2x cube minus 5x plus a when divided by x minus 4 leaves the same remainder. The value of a is. റിമൈൻഡർ തിയറം പ്രകാരം നമ്മൾ ഒരു പോളിനോമിയലെ ഡിവൈഡ് ചെയ്യും, എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വെച്ചെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതില് എക്സിന് ഏത് കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി. അപ്പൊ കിട്ടണതായിരിക്കും നമ്മുടെ റിമൈൻഡർ അല്ലെ? അപ്പൊ ഇവിടെ എ ഇൻറ്റു 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 അല്ലെ? 4 16 16 4 64 പ്ലസ് 3 ഇൻറ്റു 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാവും? 16 ഇൻറ്റു 3 48 മൈനസ് 3. അപ്പൊ എന്താ വരും? 64a പ്ലസ് 45. ഇനി നെക്സ്റ്റിൽ എന്ത് വരും? 4 തന്നെ കൊടുക്കുക അല്ലെ? അപ്പൊ 2 ഇൻറ്റു 4 ക്യൂബ്, അതായത് 64 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 64 ഇൻറ്റു 2 128. 128 മൈനസ് 5 ഇൻറ്റു 4 അപ്പം മൈനസ് 20 ആയി. പിന്നെ പ്ലസ് എ, അപ്പൊ എന്താണ്? 108 പ്ലസ് എ. ഇനി എന്താ പറഞ്ഞേക്കണേ? ഈ രണ്ടെണ്ണം സെയിം ആണ് എന്നാണ് പറഞ്ഞേക്കണേ അല്ലെ? അപ്പോ 64a പ്ലസ് 45 ഈക്വൽ ടു 108 പ്ലസ് എ.
അപ്പൊ 63A എന്ന് പറയുന്നത് എന്താവും? 108 മൈനസ് 45. അത് എത്രയാണ് വരിക നോക്കൂ? 3, പിന്നെ എന്താണ് 6 ആണ് വരിക അല്ലെ? 63. അപ്പൊ A ഈക്വൽ ടു എന്ത് വരും? 63/63 ഈക്വൽ ടു 1. ഏതാണ് ഓപ്ഷൻ? A എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum and product of the zeros of a quadratic polynomial are 2 and minus 15 respectively. The quadratic polynomial. എങ്ങനെയാണ് സം ഓഫ് ദ സീറോസും പ്രോഡക്റ്റ് ഓഫ് ദ സീറോസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതുക? അതായത് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് സം ഓഫ് ദ റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് സം എത്രയാണെന്നാ പറഞ്ഞേക്കണേ? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സമ്മ് 2ഉം പ്രൊഡക്റ്റ് മൈനസ് 15ഉം ആണ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 15 അല്ലെ? പ്ലസ് മൈനസ് 15 എന്ന് പറഞ്ഞാൽ മൈനസ് 15 ആവും. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If one zero of the quadratic polynomial 2x square minus 8x minus m is 5/2, then the other zero is. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കൂ? അതായത് നമുക്ക് ഈ ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൽഫയും ബീറ്റയാണ് അതിന്റെ സീറോസ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എഴുതിക്കൂടെ? മൈനസ് ബി ബൈ എ ആണ് അല്ലെ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ ആണ്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ത് വരും? മൈനസ് അല്ലെ? മൈനസ് 8/2 അല്ലെ? 8/2. ഇനി അപ്പൊ 8/2 എന്ന് വരും ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സി ബൈ എ ആണ്. അപ്പം മൈനസ് m/2. ഇനി എന്താ പറഞ്ഞേക്കണത്? ഇഫ് വൺ ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 5/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? 5/2 പ്ലസ് ബീറ്റ ഈക്വൽ ടു 8/2. അപ്പൊ ബീറ്റ എന്ത് വരും? 8/2 മൈനസ് 5/2. അത് എത്രയാണ്? 3/2. ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the zeros of the quadratic polynomial f of x equal to x square minus x minus 4, then the value of 1 by alpha plus 1 by beta minus alpha beta is. നമുക്ക് ഇതിന്ന് ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിച്ചു. ആൽഫ പ്ലസ് ബീറ്റ അറിയാം, മൈനസ് ബി ബൈ എ ആണ്. അപ്പൊ മൈനസ് 1 തന്നെ അല്ലെ? അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്താവും? 1 ആവും അല്ലെ? ആൽഫ പ്ലസ് ബീറ്റ 1. ആൽഫ ബീറ്റ എന്താവും? -4/1, അതായത് -4 തന്നെ. ഇവിടെ 1ഉം ആൽഫ പ്ലസ് ബീറ്റ 1ഉം ആൽഫ ബീറ്റ -4ഉം. ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇതിനെ നമുക്ക് LCM ആൽഫ ബീറ്റ ആയിട്ട് എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ബീറ്റ പ്ലസ് ആൽഫ ബൈ ആൽഫ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ അല്ലെ? ബീറ്റ പ്ലസ് ആൽഫ, ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? 1 ആണ്. ബൈ -4 മൈനസ് -4. അപ്പൊ എന്ത് വരും നോക്കൂ? -1/4 പ്ലസ് 4. അതായത് ഇതിന്റെ LCM എന്ത് വരും? 4. അപ്പൊ -1 പ്ലസ് 16, അതായത് 15/4. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha, beta, gamma
are the roots of the polynomial 2x cube plus x square minus 13x plus 6, then the value of alpha, beta, gamma is. അപ്പൊ ഇത് ഏത് പോളിനോമിയലാണ്? ക്യൂബിക് പോളിനോമിയലാണ് അല്ലെ? അപ്പൊ ക്യൂബിക് പോളിനോമിയലിന്റെ എങ്ങനെയാണ്? എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി എന്നുള്ള ഫോമിലാണ് വെച്ചെങ്കിൽ നമുക്കറിയാം ആൽഫ ബീറ്റ ഗാമ ആണ് വെച്ചെങ്കിൽ നമുക്ക് ലാസ്റ്റിലുള്ളത് മൈനസ് ഡി ബൈ എ ആണ് വരിക. അപ്പൊ ആൽഫ ബീറ്റ ഗാമ ഇവിടെ എന്ത് വരും? ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു മൈനസ് ഡി ബൈ എ. അതായത് ഇവിടെ ഡി എന്താണ്? 6 ആണ്. അപ്പൊ മൈനസ് 6 ബൈ 2. ഏതാണ് ആൻസർ വരിക? -3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha, beta, gamma be the zeros of the polynomial p of x such that alpha plus beta plus gamma equal to 3, alpha beta plus beta gamma plus gamma alpha equal to -10, and alpha beta gamma equal to -24, then p of x is. എങ്ങനെയാണ് p of x എഴുതുക? p of x equal to x square എക്സ് ക്യൂബ് ആണ്. അതായത് ക്യൂബിക് പോളിനോമിയൽ ആണ്. ആൽഫ ബീറ്റ ഗാമ ഉണ്ട്. അപ്പൊ എക്സ് ക്യൂബ് മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ ബീറ്റ ഗാമ. ഇതാണ് പോളിനോമിയലിന്റെ ഇക്വേഷൻ എഴുതാനുള്ള വാക്യം. അപ്പൊ എക്സ് ക്യൂബ് ഇതില് ഇപ്പൊ തന്നിരിക്കണേല് എക്സ് ക്യൂബ് മൈനസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ 3 ആണ്. അപ്പൊ 3 എക്സ് സ്ക്വയർ ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ തന്നുണ്ട് -10 ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? -10x മൈനസ് ആൽഫ ബീറ്റ ഗാമ എത്രയാണ്? -24, മൈനസ് ഓഫ് -24. അപ്പൊ എന്ത് വരും? എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 10x പ്ലസ് 24. ഏതാണ് ഓപ്ഷൻ നോക്കൂ? എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 10x പ്ലസ് 24. സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of k such that quadratic polynomial x square minus k plus 6 into x plus 2 into 2k plus 1 has sum of the zeros as half of their product is. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിച്ചൂടെ? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അപ്പൊ ഇവിടെ മൈനസ് ബിയുടെ സ്ഥാനത്ത് എന്താണ്? മൈനസ് കെ പ്ലസ് 6 ബൈ 1 അല്ലേ? അപ്പൊ എന്താവും? കെ പ്ലസ് 6 ആവും. ഇനി ആൽഫ ബീറ്റ എന്താണ്? സി ബൈ എ. അതായത് 2 ഇൻറ്റു 2k പ്ലസ് 1 അല്ലെ? ബൈ 1 ആണ് വരിക. അപ്പൊ 2 ഇൻറ്റു 2k പ്ലസ് 1. ഇനി എന്താ പറയണത്? സം ഓഫ് ദ സീറോസ് ആസ് ഹാഫ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. അപ്പൊ കെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയണത് ഹാഫ് ഓഫ് ദെയർ പ്രോഡക്റ്റ്, ഹാഫ് ആൽഫ ബീറ്റ ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കെ പ്ലസ് 6 ഈക്വൽ ടു ഹാഫ് ഓഫ് 2 ഇൻറ്റു 2k പ്ലസ് 1. അതായത് 2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ കെ എങ്ങനെയാ കണ്ടുപിടിക്കുക? 2k മൈനസ് കെ ആവും. കെ ഈക്വൽ ടു 6 മൈനസ് 1 5. ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the zeros of the quadratic polynomial f of t equal to t square minus 4t plus 3, then the value of alpha raised to 4 beta cube plus alpha cube beta raised to 4 is.
ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കിട്ടിയാൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ കണ്ടുകൂടെ? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 4/1, ദാറ്റ് ഈസ് 4. ആൽഫ ബീറ്റ എന്താണ്? സി ബൈ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/1 ഈക്വൽ ടു 3. ഇനി നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്ന് രണ്ടൊന്നും കോമൺ ആയിട്ട് എന്ത് എഴുതാം? ആൽഫ ക്യൂബ് ബീറ്റ ക്യൂബ് എന്ന് എഴുതാം. ഇൻറ്റു പിന്നെ ഇവിടെ ആൽഫ മാത്രമേ ഉള്ളൂ, ആൽഫ പ്ലസ് ഇവിടെ എന്തുണ്ട്? ബീറ്റ മാത്രം. അപ്പൊ ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിനെ എന്ത് ചെയ്യാം? ആൽഫ ബീറ്റ ഹോൾ ക്യൂബ് എന്ന് എഴുതിയൂടെ? ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ ബീറ്റ നമുക്കറിയാം എത്രയാണെന്ന്? 3 ആണെന്ന്. അപ്പൊ 3 ക്യൂബ് ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? 4 ആണെന്ന് അറിയാം. അപ്പൊ എന്താണ്? 27 ഇൻറ്റു 4. അത് എത്രയാണ് വരിക? 108. ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the polynomial 2x cube plus ax square plus 3x minus 5 and x cube plus x square minus 2x plus a leaves the same remainder when divided by x minus 2, then the value of a is. ഇങ്ങനെ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യാണ്, എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വെച്ചെങ്കിൽ അതിന്റെ റിമൈൻഡർ എങ്ങനെയാ വരിക? ഇതില് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? 2 എന്ന് കൊടുത്താൽ മതി അല്ലെ, എ എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എക്സ് മൈനസ് എ കൊണ്ടാണ് വെച്ചെങ്കിൽ, എക്സ് മൈനസ് എ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണ വെച്ചെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? പി ഓഫ് എ കണ്ടാൽ മതി. അപ്പൊ നമുക്ക് റിമൈൻഡർ കിട്ടും. അതാണ് നമ്മുടെ റിമൈൻഡർ തിയറം. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ്? 2 കൊടുത്താൽ മതി അല്ലെ. അപ്പൊ 2 ഇൻറ്റു 2 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരും? 2 ക്യൂബ് 8 ആണ്. 8 ഇൻറ്റു 2 16 പ്ലസ് എ ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a പ്ലസ് 3 ഇൻറ്റു 2 6 മൈനസ് 5. അപ്പൊ എന്താ വരും? 4a 6 മൈനസ് 5 1 ആവും അല്ലെ. അപ്പൊ പ്ലസ് 17 ആവും. 4a പ്ലസ് 17 ആവും. ഇനി അടുത്തതിലോ നമ്മൾ കൊടുക്കുമ്പോഴോ 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് 8 പ്ലസ് 2 സ്ക്വയർ 4 മൈനസ് 2 ഇൻറ്റു 2 4 പ്ലസ് എ. 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയോ? അപ്പൊ 8 പ്ലസ് എ. ഇനി എന്താ പറഞ്ഞേക്കണത്? സെയിം റിമൈൻഡർ ആണെന്ന്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4a പ്ലസ് 17 ഈക്വൽ ടു 8 പ്ലസ് എ. അപ്പൊ എ എന്ത് വരും? 3a ഈക്വൽ ടു 8 മൈനസ് 17, അതായത് എത്ര വരും? മൈനസ് 9 ആണ് വരിക അല്ലേ, മൈനസ് 9. അപ്പൊ എ ഈക്വൽ ടു എന്ത് വരും? മൈനസ് 9/3. അത് എത്രയാണ്? -3. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. One of the factors of a square minus b square into c square minus d square minus 4abcd is. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ സ്ക്വയർ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് 4abcd അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കൂ, ഇതിനെ എ സി മൈനസ് ബി ഡി ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റുമോ നോക്കൂ. എ സി മൈനസ് ബി ഡി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും? എ സ്ക്വയർ സി സ്ക്വയർ വന്നു, പിന്നെ ബി സ്ക്വയർ ഡി സ്ക്വയർ വന്നു, മൈനസ് 2abcd ഇവിടെ ഉണ്ട് അല്ലേ. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? മൈനസ് ബി സി പ്ലസ് എ ഡി ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? നോക്കൂ, ബി സി പ്ലസ് എ ഡി ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ മൈനസ് ബി സ്ക്വയർ സി സ്ക്വയർ വന്നു, പിന്നെ മൈനസ് എ സ്ക്വയർ ഡി സ്ക്വയർ വന്നു, പിന്നെ ഉള്ളത് ഇവിടെ ഉണ്ട് അല്ലേ, -2abcd ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം.
അല്ലേ? അപ്പൊ ഇത് എന്ത് ഫോമിലായി? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലായി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ സി മൈനസ് ബി ഡി പ്ലസ് ബി സി പ്ലസ് എ ഡി. പിന്നെ അടുത്തത് എന്ത് എഴുതാം? ഇൻറ്റു എ സി മൈനസ് ബി ഡി മൈനസ് ഓഫ് ബി സി പ്ലസ് എ ഡി. അപ്പൊ നമുക്ക് ഇതില് ഒരു ഫാക്ടർ എന്താ പറയാ? എ സി മൈനസ് ബി ഡി പ്ലസ് ബി സി പ്ലസ് എ ഡി എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഓപ്ഷൻ. നോക്കൂ, നമുക്ക് കിട്ടി ഒരു ഫാക്ടർ എ സി മൈനസ് ബി ഡി പ്ലസ് ബി സി പ്ലസ് എ ഡി. പിന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പൊ പിന്നെ ഇത് തന്നെയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 1 0 of the polynomial f of x equal to k square plus 4 into x square plus 16x plus 4k is reciprocal of the other, then k is equal to. നമുക്ക് ഇതിന്ന് ഈ പോളിനോമിയലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആൽഫയും ബീറ്റയാണ് സീറോസ് എങ്കിൽ നമുക്ക് എഴുതാം ആൽഫ പ്ലസ് ബീറ്റ എഴുതാൻ പറ്റും. എങ്ങനെയാണ്? 16 k സ്ക്വയർ പ്ലസ് 4 അല്ലേ? ബി മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് എന്താവും? -16 ആവും. മൈനസ് ബി ബൈ എ -16 k സ്ക്വയർ പ്ലസ് 4. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താവും? സി ബൈ എ, ദാറ്റ് ഈസ് 4k k സ്ക്വയർ പ്ലസ് 4. ഇനി എന്താ പറഞ്ഞേക്കണേ? ഒന്ന് മറ്റൊന്നിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താവും? ആൽഫ ഇൻറ്റു 1/ആൽഫ ആവും. അതായത് 1 ആവും. അപ്പൊ ഇത് ഈക്വൽ ടു 1 എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താന്ന്? റെസിപ്രോക്കൽ ഓഫ് ദ അതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 4k ഈക്വൽ ടു k സ്ക്വയർ പ്ലസ് 4. അപ്പൊ k സ്ക്വയർ പ്ലസ് 4 മൈനസ് 4k ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് എന്ത് എഴുതാം? k മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? k മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് k ഈക്വൽ ടു എന്ത് എഴുതാം? k ഈക്വൽ ടു 2 എന്ന് എഴുതാം. k മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആവുമ്പോൾ k ഈക്വൽ ടു 2 ആവും. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If alpha and beta are the zeros of the polynomial f of x equal to x square minus p into x plus 1 minus c such that alpha plus 1 into beta plus 1 equal to 0, then c is equal to. അപ്പൊ നമുക്ക് ഈ ഒരു പോളിനോമിയൽ കിട്ടിയാൽ നമുക്ക് എന്തായാലും ആൽഫയും ബീറ്റയാണ് അതിന്റെ രണ്ട് സീറോസ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് എഴുതിക്കൂടെ? മൈനസ് ബി ബൈ എ ആണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മള് അതായത് എക്സ് സ്ക്വയർ മൈനസ് പി എക്സ് മൈനസ് പി മൈനസ് സി ആണ്. മൈനസ് ഓഫ് പി പ്ലസ് സി എന്ന് വരും അല്ലെ? പി എക്സ്. അപ്പൊ ഇനി എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം? പി ആയിട്ട് എഴുതാം അല്ലെ? മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് മൈനസ് പി ആവുമ്പോ പി എന്ന് എഴുതാം. ഇനി ആൽഫ ബീറ്റ എന്താവും? സി ബൈ എ. അതെന്താണ്? മൈനസ് ഓഫ് പി പ്ലസ് സി. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ആൽഫ പ്ലസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. ആൽഫ ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആൽഫ ബീറ്റ നമുക്ക് അറിയാം എന്താണ്? മൈനസ് പി പ്ലസ് സി പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? പി ആണ്. പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് മൈനസ് പിയും പ്ലസ് പിയും ക്യാൻസൽ ചെയ്ത് പോയി. മൈനസ് സി
പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പൊ സി ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിച്ചൂടെ? സി ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If sum of the squares of zeros of the quadratic polynomial f of x equal to x square minus 8x plus k equal to is 40, the value of k is. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്ന ആൽഫയും ബീറ്റയാണ് സീറോസ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എഴുതാൻ എങ്ങനെയാണ്? മൈനസ് ബി ബൈ എ. ഇവിടെ എന്താ വരിക? മൈനസ് ഓഫ് മൈനസ് 8, അതായത് 8. ഇനി ആൽഫ ബീറ്റ എന്ത് വരും? കെ ബൈ 1, അതായത് കെ. ഇനി നമുക്ക് എന്ത് പറയാം? വാല്യൂ ഓഫ്, അതായത് ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് 40. അപ്പൊ നമുക്ക് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക്, അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ എന്ന് എഴുതിക്കൂടെ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കിട്ടാൻ വേണ്ടി ഇത് നോക്കൂ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ, അതിനെ മൈനസ് 2 ആൽഫ ബീറ്റയും ചെയ്താൽ അത് ക്യാൻസൽ ചെയ്ത് പോവും. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആവും ഈക്വൽ ടു 40. ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 8 സ്ക്വയർ 64 മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ 2k ഈക്വൽ ടു 40. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2k എന്ന് പറയുന്നത് 64 മൈനസ് 40, അതായത് 24. k ഈക്വൽ ടു അപ്പൊ എന്ത് വരും? 24 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 12. ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The graph of y equal to x cube minus 4x cuts x-axis at minus 2, 0, 0, 0 and 2, 0. The zeros of x cube minus 4x are. എങ്ങനെയാണ് നമ്മൾ സീറോസ് കണ്ടുപിടിക്കുക ഗ്രാഫ് എന്ന്? അതായത് ആ ലൈൻ കട്ട് ചെയ്യണ പോയിന്റ്, എക്സ് ആക്സിസിനെ കട്ട് ചെയ്യണ പോയിന്റ്, അതിലെ എക്സ് കോർഡിനേറ്റ് ആണ് നമുക്ക് ഏതായിട്ട് വരിക? സീറോസ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ എന്താണ്? മൈനസ് 2, 0, 2, മൈനസ് 2, 0, 2. ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The graph of the polynomial p of x cuts the x-axis at 2 places and touches it at 4 places. The number of zeros of p of x is. കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ടച്ച് ചെയ്താലും മതി, അപ്പോഴും അത് സീറോസ് ആവും. അപ്പൊ നമുക്ക് എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ട് ഇവിടെ? 2 പ്ലസ് 4, 6 ആണ് നമ്പർ ഓഫ് സീറോസ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If the sum of the zeros of the quadratic polynomial f of t equal to kt square plus 2t plus 3k is equal to their product, find the value of k. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവുമ്പോൾ നമുക്ക് ആൽഫയും ബീറ്റയാണ് അതിന്റെ സീറോസ് എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും നമുക്ക് എഴുതിക്കൂടെ? ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 2 ബൈ കെ ആവും. ആൽഫ ബീറ്റ എന്തുവാവും? സി ബൈ എ, അതായത് 3k ബൈ കെ. അത് എത്രയാണ്? 3 ആണ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് ഈക്വൽ ടു ദെയർ പ്രോഡക്റ്റ്. അതായത് നമുക്ക് എന്ത് പറയാം? മൈനസ് 2 ബൈ കെ എന്ന് പറയുന്നത്, അതായത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ മൈനസ് 2 ബൈ കെ ഈക്വൽ ടു 3. കെ ഈക്വൽ ടു എന്ത് വരും? മൈനസ് 2 ബൈ 3. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ന് 20 ക്വസ്റ്റ്യനെ പറയുന്നുള്ളൂ. നാളെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം അത് നിങ്ങൾ ചെയ്യാം. കമന്റ് വേണമെങ്കിൽ എങ്ങനെയാണ് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 100x² പ്ലസ് 50x പ്ലസ് 99 ആർ. ഇതിൽ നോക്കൂ, ഇവിടെ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് ആണ് ഇത്, അല്ലെ? ഇവിടെ ആൽഫ ബീറ്റയാണ്. അപ്പൊ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് എന്ത് വേണം? പോസിറ്റീവ് വേണം. രണ്ടെണ്ണത്തിന്റെ സമ്മ് എന്ത് വേണം? നെഗറ്റീവ് വേണം. അപ്പൊ എങ്ങനെ ആയാലാണ് അത് പറ്റുക? ബോത്ത് നെഗറ്റീവ് ആയാലാണ് സമ്മ് മൈനസും പ്രോഡക്റ്റ് പോസിറ്റീവും ആവുക. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.